ഇയാളെ വാദപ്രതിവാദ വെല്ലുവിളി അത് കേട്ടോളി. സംഘടന ലെവലില് എവിടെയും തയ്യാറ്. ഞാൻ ഒറ്റക്കുവാദികൾ മുഴുവൻ പണ്ഡിതന്മാരുണ്ടായിക്കോട്ടെ, ഇനി യാഥാസ്ഥിക പണ്ഡിതന്മാർ ക്ഷണിച്ചോളി, എനിക്ക് വിരോധം. ഞാൻ ഒറ്റക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ സംഘടന ലെവലായിരിക്കും ബിർലോല് വരേണ്ടത്. ഇത് ഇയാള് തിരൂര് മസ്ജിദ് തൗഹീദിൽ പറഞ്ഞതാ. അതിന്റെ പിറ്റേന്ന് പോയിട്ട് ഞാൻ ഏറ്റെടുത്തു. റമളാൻ മാസത്തിൽ തന്നെ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ പണ്ഡിയ സംഘടന എഴുതി തരീന്ന് പറഞ്ഞു. ഇയാൾ എഴുതി തന്നില്ല. എന്നിട്ട് ഇയാളെ മൈക്കുകൾ ഇങ്ങനെ പറഞ്ഞേക്കാം, സുല്ലമി വെല്ലുവിളിച്ചിട്ട് നിങ്ങളെന്താ സ്വീകരിച്ച? ഇവിടെ ഒരു സുല്ലമിയുണ്ട്, അയാളും വെല്ലുവിളിച്ചു. അബൂബക്കർ സാഹിബ് സ്വീകരിച്ചു. ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇയാളെ വെല്ലുവിളി ആവർത്തിക്കുന്നപ്പോ എടത്തനാട്ടുകരയിൽ വെച്ച് ആദ്യത്തെ പ്രസംഗത്തിൽ ഇയാളെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. അന്ന് കാണിച്ചെടുത്തു. അങ്ങനെ പ്രമാണങ്ങളെ പുച്ഛിക്കുന്ന ഈ പ്രവണത സുഹൃത്തുക്കളെ കേരളം മുഴുവനും പ്രചരിപ്പിക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിന് തടയിടുക തന്നെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇനിയുള്ള ദൗത്യം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇത്തരം സുല്ലമിമാരുടെ തനിനിറം തുറന്നു കാട്ടുകയാണ് ഇനിയുള്ള മാസങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം. യഥാർത്ഥ സലഫി മൻഹജിലേക്ക് മുസ്ലിം കേരളത്തെ വീണ്ടും തിരിച്ചു വിളിക്കാൻ, മുജാഹിദ് സുഹൃത്തുക്കളെ തിരിച്ചു വിളിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം ബദ്ധശ്രദ്ധരായി ഇറങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാം. എല്ലാ സുല്ലമിമാരും നേരിടാൻ രംഗത്ത് വരട്ടെ. ഈ സുല്ലമി മാത്രമല്ല, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ചില സുല്ലമിമാരും അതുപോലെ തന്നെ ചില വായാടി മൗലവിമാരും ഉണ്ടല്ലോ, ഇറങ്ങട്ടെ അവരൊക്കെ രംഗത്ത്. ഇസ്ലാഹി പ്രസ്ഥാനവുമായി പ്രമാണങ്ങളുമായി മാറ്റിവെച്ചു നോക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇതിനെ നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ഏത് അഹ്ലു സുന്നത്താണ്? ഏത് സലഫികളാണ് നിങ്ങൾ? യഥാർത്ഥ സലഫികളല്ല നിങ്ങൾ വ്യാജ സലഫികളാണ്, ഇമിറ്റേഷൻ സലഫികളാണ്. സ്വർണമല്ല, സ്വർണം പൂശിയതാണ് നിങ്ങൾ. ഈ മുക്കുവണ്ടം ഇവിടെ ചെലവാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ തനിനിറം തുറന്നു കാട്ടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പറഞ്ഞ് സഹീഹുൽ ബുഖാരിയെ പോലും ചവിട്ടിത്തേക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ അത് പതിച്ചാൽ ഞങ്ങളത് വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഉന്നതന്മാരായ അഹ്ലുസുന്നത്തിന്റെ നേതാക്കന്മാരുടെ എല്ലാ ആശീർവാദങ്ങളോടും കൂടി ഞങ്ങൾ ചെറുപ്പക്കാർ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. അത് ഒരു വെല്ലുവിളിയായി തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ സുല്ലമിമാരുടെ വാലാട്ടികളും രംഗത്ത് വരട്ടെ. എടത്തനാട്ടുകരയിൽ നിന്ന് തന്നെയാകട്ടെ തുടക്കം. ഞങ്ങൾക്കതിന് അഭിമാനമുണ്ട്. ഞങ്ങൾക്കൊരിക്കലും തന്നെ ഈ വിവാദത്തെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ അതിനെ ശക്തിയായി പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 22 മഹല്ലുള്ള എടത്തനാട്ടുകരയിൽ ഈ പ്രസംഗത്തിന് ശേഷം ജിന്ന് സിഗറിന്റെ ശല്യം തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ വരുവോളം ഭയങ്കര പുകില്, എനിക്ക് അങ്ങോട്ട് പോണു വരുന്നു. ഈ പ്രസംഗത്തിന് ശേഷം 22 മഹല്ലിൽ ഒരൊറ്റൊന്നിൽ പോലും മടവൂരികൾ പ്രസംഗിച്ചിട്ടില്ല. നവോത്ഥാന ക്യാമ്പയിന്റെ പോസ്റ്റർ ഇങ്ങനെ ചുമരുമ്പ കാണാം. ഇപ്പൊ ചുമരുമ്പല ആ മടവൂരി സഞ്ചരിക്കുന്നത് പോസ്റ്ററിലും വാർത്തയിലും. ഏതെങ്കിലും റൂമിൽ മീറ്റിംഗ് കൂടും, വാർത്ത കണ്ടാത്തൊന്നും വലിയ സമ്മേളനമാണ്. 4 മടവൂരികൾ അപ്പുറപ്പുറം ഇരുന്നിട്ട് സ്വാഗതം പറഞ്ഞും അധ്യക്ഷൻ വഹിച്ചുണ്ടാവും. ഇതേ ഉള്ളൂ. ആകപ്പാടെ ഒരു സ്ഥലത്തൊന്ന് സീഡിട്ട് നോക്കി, പിറ്റേന്ന് നമ്മളെ സീഡിട്ട് കഴിഞ്ഞ് കഥ. ഒരു ശല്യമല്ല. നമ്മളെല്ലാ യൂണിറ്റിലും ഇപ്പൊ 2-3 ദിവസം നമ്മളെ പ്രസംഗവും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. സ്വീകരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കുകയും പറഞ്ഞടക്കല്ല. ഞങ്ങൾ ചെറുപ്പക്കാരെ ഏറ്റെടുത്തിരിക്കുന്നത്. കേരള ജംഇയ്യത്ത് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? ആജാതി ഓലപ്പാമ്പൊന്നും ഇവിടെ കാണിക്കണ്ട. ഈ സുല്ലമികളെ വിചാരപ്പ നമ്മളെ സുല്ലമി കാര്യപ്പെട്ട ആളായിരിക്കുന്ന വരട്ടെ നോക്കാൻ. നമുക്ക് മൂപ്പരൊറ്റക്ക് വന്ന വേറെ ആരും വേണ്ടാന്നാ. നിങ്ങളെ സംഘടന ലെവലിലൊന്ന് കൊണ്ടുവരും, അപ്പൊ നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താ, ഞങ്ങള് സുന്നികൾക്ക് വടി കൊടുക്കുകയാണ്. ജിന്നും ശൈത്താനും വിഷയത്തിൽ സുന്നികൾക്ക് ഞങ്ങൾ വടി കൊടുക്കുകയാണ്. ആരാ യഥാർത്ഥത്തിൽ ഇവിടെ ഖുറാഫികൾക്ക് വടി കൊടുത്തത്? നമുക്ക് മാനക്കേട് ഉണ്ടാക്കിയത് ഇപ്പൊ സെലഫി ഫെസ്റ്റ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പേരോട് എന്തായാലും പുലികളായിട്ട് പുലിക്കളി, തെയ്യം, ചെണ്ട, പിന്നെ നിലവിളക്ക് അല്ലേ, പിന്നെ ആണും പെണ്ണ് കലർന്ന കൊട്ട്, പാട്ട്, ഡാൻസ്, ഇതൊക്കെ ഇട്ടിട്ടാ പിന്നെ പേരോട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രല്ല ഇയാളുടെ ഒരു ബൈക്ക് ഫത്വ അതൊന്ന് കാണിച്ചു കൊടുക്കുക. അത് കേട്ടോളെ. വരട്ടെ. സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യൽ കൂടാവാ. ഞാൻ ഇതിന്റെ മാസിക ചോദ്യം: ഒരു സ്ത്രീക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ, പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴിവെക്കില്ലേ? ഭർത്താവിന്റെ അനുജന്റെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ബൈക്കുമ്പോ പോവാ, അതിന്റെ വിധിയാ ചോദ്യം. മറുപടി കേട്ടോളെ മൗലവിമാരെ മറുപടി. ഉമ്മു അബ്ദുള്ള വടകര, നമ്മളെ നാട്ടുകാരാ ചോദിച്ച്, നമ്മളെ താലൂക്കാരാ. ഉമ്മു അബ്ദുള്ള. മറുപടി:
അന്യപുരുഷനായ ഒരു ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന ബൈക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളിൽ ഒരു സ്ത്രീ മാത്രമായി യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാണ്, നല്ലത് വേറെ. എനിക്ക് കേട്ടോളി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തീരെ സുരക്ഷിതത്വം ലഭിക്കാത്ത രാജ്യങ്ങളിൽ. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു 24 മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാ റിയാക്ഷൻ ആകുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഭർത്താവിന്റെ അനുജന്റെ കൂടെ തോളിൽ പിടിച്ചിട്ട് ബൈക്കുമ്പോ പോകുന്നതിന് കുഴപ്പമുണ്ട് എന്ന് മൂപ്പര് തെളിവ് കണ്ടിട്ടില്ല. ഇനി ബാക്കി കേട്ടോളി. ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധം ഇല്ല. എന്നാ പിന്നെ അന്നേരം എന്താ വേണ്ട കേട്ടോളെ. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. ഒഴിവായിക്കൊള്ളൊന്നുമില്ല, പരമാവധി അങ്ങ് ശ്രമിച്ചാൽ മതി സ്പർശനം ഒഴിവാക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ സംസ്കാരം ഈ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മൗലവിമാർ, ഇവരെ എതിർത്തതല്ലേ ഞങ്ങൾ ചെയ്ത സബുൽ മുബിഖാത്ത്. ശംസുദ്ദീൻ പാലത്തിന് തെറ്റുപറ്റിയപ്പോ എന്തൊക്കെയാ അവര് നിരങ്ങിയത് അല്ലെ? ശംസുദ്ദീൻ പാലത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം തിരുത്തി. വലിയ വലിയ പണ്ഡിതന്മാർക്ക് പറ്റിയ തെറ്റുപറ്റിയ വിഷയമാണ് ജിന്നിന്റെ വിഷയം. കാരണം കുറെ പ്രശ്നങ്ങളുമായി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് അത്. വകതിരിച്ചെടുക്കുന്ന ചെറിയ വിദ്യാർത്ഥി മാത്രമായ ശംസുദ്ദീന് തെറ്റിയത് ശരി, അദ്ദേഹം തിരുത്തി. ഇയാളോ 2ാം ക്ലാസ്സിലെ കുട്ടിനോട് ചോദിച്ചാൽ അവർ അന്യ പെണ്ണിനെ കൂടെ ബൈക്കിൽ ഇരുത്താൻ പറ്റുമോ? സ്പർശനം ഒഴിവാക്കണം. എന്നിട്ട് ഇവിടെ ക്ലിപ്പിട്ടോലോ, ഹമ്പുക്ക് എത്തുമ്പോ എങ്ങനെ സ്പർശനം ഒഴിവാക്കാന്ന് ഞാൻ ചോദിച്ചത്. മടവൂരിയിൽ ആ ക്ലിപ്പിങ്ങൊക്കെ എതിരല്ലേ? അവ ക്ലിപ്പണ്ട് ഇടുക, എന്തേലും ഒരു ക്ലിപ്പിട്ടു, സെക്കരിയാന്റെ ക്ലിപ്പിട്ടു എന്ന് വരുത്താൻ. കണ്ടോ ആരാ ഇപ്പൊ വടി കൊടുക്കുന്നത്? ആരാ വടി കൊടുക്കുന്നത്? ഞങ്ങളാ. ഇതിപ്പോ തിരുത്തിയിട്ടു ഇയാൾ തിരുത്തിയില്ല, ഇയാള് സമ്മർദ്ദം കൊണ്ട് തിരുത്തിയതാ. സമ്മർദ്ദം കൊണ്ട് തിരുത്തിയിട്ടില്ല. ഞാൻ ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ബാരിന്ന് ഉദ്ധരിച്ചത്. അത് മാന്യ വായനക്കാർ അതൊന്ന് നോക്കേണ്ടതാണ്. അപ്പോഴും കാലുമേലെ തന്നെ. കണ്ടോ? അപ്പൊ സാധാരണ ചെറിയ കുട്ടിക്ക് പോലും അറിയുന്ന കാര്യങ്ങളെ മുഹദ്ദിസ് തിരുത്തേണ്ടത്. തിരുത്തിച്ചത് കുന്നിക്ക് പിടിച്ച് ഞങ്ങൾ തിരുത്തിച്ചതാ. പലയിടത്തും ഞങ്ങൾ പ്രസംഗിച്ചു. അപ്പൊ പേരോടും കൂട്ടരും അറിഞ്ഞു, പേരോടും കൂട്ടരും ഉപയോഗിക്കാൻ തുടങ്ങി. അതാ സംഭവം.